എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രദ്ധിച്ചിരിക്കണേ. സോ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാം, dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എന്നാണ് വിളിക്കുക. എന്താണ് ഡയറക്റ്റ് ഡെറിവേറ്റീവ്? ഓക്കെ, ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മളത് ഡയറക്റ്റ് എന്ന് എടുത്ത് പറയാറില്ല. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്, പർട്ടിക്കുലർലി അതെന്താണ്? നേരിട്ടുള്ള ഡെറിവേറ്റീവ് ആണ്, ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇനി ∂y/∂x എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y with respect to x. ∂y/∂x എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y with respect to x. dy/dx എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y with respect to x. ∂y/∂x എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y with respect to x. പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ കൺസിഡറിങ് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ കൺസിഡറിങ് എക്സ് ആസ് ദ ഓൺലി ഫംഗ്ഷൻ, ഓൾ അതർ വേരിയബിൾസ് ആർ കൺസിഡേർഡ് ആസ് കോൺസ്റ്റന്റ്. പക്ഷേ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സും ഫംഗ്ഷനാണ്, വൈയും ഫംഗ്ഷനാണ്. ഓൾ ദ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ കൺസിഡേർഡ് ആസ് ഫംഗ്ഷൻസ്. അവിടെ ഡെറിവേറ്റീവ് ഓഫ് എ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഡയറക്റ്റ് ഡെറിവേറ്റീവിൽ നമ്മൾ ചെയ്യുന്നത്. അവിടെ എക്സും ഫംഗ്ഷനാണ്, വൈയും ഫംഗ്ഷനാണ്. ശരിയല്ലേ? എന്തിൻ്റെ കേസിൽ? ഡയറക്റ്റ് ഡെറിവേറ്റീവിൻ്റെ കേസിൽ. പക്ഷേ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ അവിടെ എക്സ് മാത്രമാണ് ഫംഗ്ഷൻ, ബാക്കിയുള്ള എല്ലാവരും എന്താണ്? കോൺസ്റ്റന്റ്, ഇൻക്ലൂഡിങ് വൈ. വൈ ഉണ്ടെങ്കിൽ വൈ കോൺസ്റ്റന്റ് ആണ്, ഇസഡ് ഉണ്ടെങ്കിൽ ഇസഡ് കോൺസ്റ്റന്റ് ആണ്. പിടികിട്ടിയോ? ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ എപ്പോഴും ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് ഫംഗ്ഷൻ. ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഇസഡ് ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ വൈ കോൺസ്റ്റന്റ് ആണ്. ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഐഡിയ പിടികിട്ടിയോ? സോ ഇതാണ് എന്തിന്റെ കൺസെപ്റ്റ്? പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ കൺസെപ്റ്റ്. പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മാത്രമാണ് ഫംഗ്ഷൻ, വൈ എന്താണ്? അവിടെ എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എക്സ് മാത്രമാണ് ഫംഗ്ഷൻ, വൈ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നോക്കണേ, ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ആണെന്ന് വെക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കണേ, dz/dx കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, എക്സും ഫംഗ്ഷനാണ്, വൈയും ഫംഗ്ഷനാണ്. എക്സും ഫംഗ്ഷനാണ്, വൈയും ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് dy/dx പ്ലസ് സെക്കൻഡ് വൈ ഇൻറ്റു ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1. ഇതേപോലെ അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എക്സും ഫംഗ്ഷനാണ്, വൈയും ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ഫംഗ്ഷൻസിൽ അപ്ലൈ ചെയ്യുന്ന നിയമങ്ങളെല്ലാം തന്നെ അവിടെ ആപ്ലിക്കബിൾ ആണ്. പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ചെയിൻ റൂള്, ഇതെല്ലാം തന്നെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ആണെന്ന് വിചാരിക്കുക. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ. ∂z/∂x എന്ന് പറഞ്ഞാൽ നോക്കണേ, ∂z/∂x എന്ന് പറഞ്ഞാൽ അവിടെ ആര് മാത്രമാണ് ഫംഗ്ഷൻ? എക്സ് മാത്രമാണ് ഫംഗ്ഷൻ, വൈ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വൈനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 വരും. അപ്പോൾ ആൻസർ എന്തായി? വൈ ആയി. പിടികിട്ടിയോ? ഇനി ∂z/∂y ആണെങ്കിലോ വൈ മാത്രമാണ് ഫംഗ്ഷൻ, ആര് കോൺസ്റ്റന്റ്? എക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ വൈ മാത്രമാണ് ഫംഗ്ഷൻ, എക്സ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആയ എക്സിനെ മാറ്റി നിർത്തി വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. ആൻസർ എന്ത് വരും? എക്സ് വരും. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മോർ അബൌട്ട് എന്തുമാത്രമാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഡയറക്റ്റ് ഡെറിവേറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി വ്യക്തമായ ധാരണയുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് 1-2 എക്സാമ്പിൾസ് കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാം? നമ്മുടെ സിലബസ് ടോപ്പിക് ആയിട്ടുള്ള എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുക. നോക്കണേ, എല്ലാവരും 1 by 1 ആയിട്ട് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ.
ഒന്നാമത്തെ ചോദ്യം ഒരു 3-4 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇസഡ് ഈക്വൽ ടു, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ മക്കളെ, x² y പ്ലസ് എക്സ് ക്യൂബ്. ഓരോ കേസിലും എന്ത് കണ്ടുപിടിക്കുക? ഡോ ഇസഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കുക, ഡോ ഇസഡ് ബൈ ഡോ എക്സും കണ്ടുപിടിക്കുക. നോക്കണേ, ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കൺസിഡറിങ് വൈ ആസ് എ കോൺസ്റ്റന്റ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നോക്കിക്കേ, അപ്പോൾ വൈ കോൺസ്റ്റന്റ്, x² ഡെറിവേറ്റീവ് 2x എഴുതുക, വൈ കോൺസ്റ്റന്റ് അതേപോലെ തന്നെ ഇടുക. ഓക്കെ, x³ ഡെറിവേറ്റീവ് എന്ത് വരും? 3x². x³ ഡെറിവേറ്റീവ് എന്ത് വരും? 3x². ഓക്കെ ആണല്ലോ. ഇനി ഡോ ഇസഡ് ബൈ ഡോ വൈ ആണെങ്കിലോ, കൺസിഡറിങ് y ആസ് ദ ഓൺലി ഫംഗ്ഷൻ ആൻഡ് x ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റന്റ്. x കോൺസ്റ്റന്റ് ആണ്, y ആണ് ഫംഗ്ഷൻ. ശരിയാണല്ലോ. നോക്കണേ, അപ്പോൾ x കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ x² മാറ്റി നിർത്തി y-യുടെ ഡെറിവേറ്റീവ് 1 വരും, x³ ഡെറിവേറ്റീവ് എന്ത് വരും? 3x². x³ ഡെറിവേറ്റീവ് എന്ത് വരും? സോറി, വിത്ത് റെസ്പെക്ട് ടു y ആണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ അവിടെ x എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കണേ, വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ x³ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ് ആവും, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? 0 ആവും. ശരിയല്ല? അപ്പോൾ അതിന് എഴുതേണ്ട ആവശ്യമില്ല. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x² കോൺസ്റ്റന്റ്, y-യുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് x³ ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് 0. x³ കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0. y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. z ഇസ് ഈക്വൽ ടു xy പ്ലസ് y² പ്ലസ് x². z ഇസ് ഈക്വൽ ടു xy പ്ലസ് y² പ്ലസ് x². ഡോ ഇസഡ് ബൈ ഡോ എക്സ് എടുത്താൽ എന്ത് വരും? ഡോ ഇസഡ് ബൈ ഡോ എക്സ്, എക്സ് കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്, കൺസിഡറിങ് y ആസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ y മാറ്റി നിർത്തി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, y ആസ് എ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ y² ഡെറിവേറ്റീവ് 0. y² ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? x² ഡെറിവേറ്റീവ് എന്ത് വരും? 2x. x² ഡെറിവേറ്റീവ് എന്ത് വരും? 2x. ഇതാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഡോ ഇസഡ് ബൈ ഡോ വൈയോ, ഡോ ഇസഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ശരിയല്ലേ? y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ്. y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള x മാറ്റി നിർത്തി y-യുടെ ഡെറിവേറ്റീവ് 1 വരും, y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y² ഡെറിവേറ്റീവ് 2y വരും, x² ഡെറിവേറ്റീവ് 0. കാരണം y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് x² ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പഠിക്കണമെങ്കിൽ? നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ള എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണേ? പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഐഡിയ പിടി കിട്ടിയോ? പാർഷ്യൽ ഡെറിവേറ്റീവ് പോലെ തന്നെയാണ് എന്ത്? പാർഷ്യൽ ഇൻ്റഗ്രേഷനും. ശ്രദ്ധിച്ചിരിക്കണേ, പാർഷ്യൽ ഡെറിവേറ്റീവ് പോലെ തന്നെയാണ് പാർഷ്യൽ ഇൻ്റഗ്രേഷനും. അതും കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നോക്കുക, പാർഷ്യൽ ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ, ഇത് രണ്ടും ആവശ്യമുള്ള ചോദ്യമാണ് എന്ത്? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒരു ചോദ്യം നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കാരണം എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പാർഷ്യൽ ഡിഫറൻഷിയേഷനും വരുന്നുണ്ട്. ടു വെരിഫൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്ട് ഓർ നോട്ട്, എക്സാക്ട് ആണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ അറിഞ്ഞിരിക്കണം. After identifying the question as in the form of an exact differential equation, in order to solve that differential equation, നമ്മൾ എന്തറിഞ്ഞിരിക്കണം? പാർഷ്യൽ ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? ഒരു ചോദ്യം എക്സാക്റ്റ് ആണോ അല്ലേ എന്നറിയാൻ വേണ്ടി പാർഷ്യൽ ഡിഫറൻഷിയേഷൻ അറിഞ്ഞിരിക്കണം. ഇനി പാർഷ്യൽ ഡിഫറൻഷിയേഷൻ അനുസരിച്ച് നമ്മൾ എക്സാക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം. പാർഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആസ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ, സിമിലർ ടു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. എന്താണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ? ഡിഫറൻഷിയേറ്റിംഗ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി, കൺസിഡറിങ് ഓൾ അതർ വേരിയബിൾസ് ആർ കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ദ ഇൻ്റഗ്രേഷൻ ഈസ് ഡൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി, കൺസിഡറിങ് ഓൾ അതർ വേരിയബിൾസ് ആർ കോൺസ്റ്റന്റ്. അപ്പം
ഒരു ഇന്റഗ്രേഷന്റെ സമയത്ത് നമ്മൾ 5നെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ സമയത്ത് 10 എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു കോൺസ്റ്റന്റിനെയും നമ്മൾ ഇന്റഗ്രേഷന്റെ സമയത്ത് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ അല്ലാത്ത മറ്റുള്ള വേരിയബിൾസിനെയും അതേ കണക്ക് ട്രീറ്റ് ചെയ്യണം. അതായത് എക്സ് വെച്ച് പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ വൈനെ ഒരു കോൺസ്റ്റന്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതേപോലെ തന്നെ വൈനെ ട്രീറ്റ് ചെയ്യണം. എക്സും വൈയും ആണ് നമ്മളെ സംബന്ധിച്ച് വരുന്ന ആൾക്കാർ. ശരിയല്ലേ? നോക്കണം മക്കളെ. ഇപ്പൊ ഇന്റഗ്രേഷൻ, പാർഷ്യൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നോക്കിക്കേ, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി, ഡി എക്സ്, ഡി എക്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി പാർഷ്യൽ ഇന്റഗ്രേഷൻ ആണെങ്കിൽ എക്സ് ഉള്ള ഫംഗ്ഷനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, കൺസിഡറിങ് വൈ ആസ് എ കോൺസ്റ്റന്റ്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. വൈ സ്ക്വയർ ഈസ് കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് പ്ലസ് സി. പിടികിട്ടിയോ? കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് പ്ലസ് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്റഗ്രൽ 5 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എക്സ്. അതായത് ഒരു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്, അങ്ങനെയാണല്ലോ വരിക. ശരിയല്ലേ? സാധാരണഗതിയിൽ അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ, ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക, ഇന്റഗ്രൽ കെ ഡി എക്സ്. ഇവിടെ നമുക്ക് വരുന്നത് 5 ഇൻറ്റു എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? കെ ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ്, കെ ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് സി. അതായത് ഒരു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ അതേ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു വരും. ശരിയല്ലേ? സിമിലർലി എക്സ് വെച്ച് പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് വൈ സ്ക്വയർ ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ്. അപ്പൊ കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്. പക്ഷെ പാർഷ്യൽ ഡിഫറൻഷിയേഷന്റെ സമയത്താണെങ്കിലോ ആ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആയി പോകും. കാരണം വൈ ഇസ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തെറ്റാണ്ട് മനസ്സിലാക്കി ഈ ഒരു ഐഡിയ ബിൽഡ് ചെയ്തെടുക്കണം കേട്ടോ. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ, പാർഷ്യൽ ഇന്റഗ്രേഷൻ, ഒരു പാർഷ്യാലിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. എക്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓൾ അതർ വേരിയബിൾസ് ആർ കൺസിഡേർഡ് as കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ. ക്ലിയർ? നോക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് ഡി വൈ. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പാർഷ്യൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ, വൈ കൊണ്ടുള്ള പാർഷ്യൽ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വൈ കൊണ്ട് പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കൺസിഡറിങ് വൈ ഓൺലി ആസ് ദ ഫംഗ്ഷൻ ആൻഡ് എക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ 5 എന്നുണ്ടെങ്കിൽ 5 ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. 5 കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ എക്സ് കോൺസ്റ്റന്റ് ആണോ അല്ലേ എന്ന് നമുക്ക് സംശയം വരും. സംശയിക്കേണ്ട ആവശ്യമില്ല. വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡിഫറൻഷിയേഷനോ പാർഷ്യൽ ഇന്റഗ്രേഷനോ ആണെങ്കിൽ, ഇത് രണ്ടിലേതാണെങ്കിലും ഓൾ അതർ വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ് ആർ ഓൾവേസ് കോൺസ്റ്റന്റ്, പക്ഷെ ബാക്കിയുള്ള വേരിയബിളുകളും കൂടെ എന്തായി മാറും? കോൺസ്റ്റന്റ് ആയി മാറും. പക്ഷെ ഡയറക്റ്റ് ഡെറിവേറ്റീവിന്റെ സമയത്ത് വേരിയബിൾസിനെ ഫംഗ്ഷനായി തന്നെയാണ് കൺസിഡർ ചെയ്യാറ്. പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ സമയത്ത് മാത്രമേ വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ മാത്രം ഫംഗ്ഷൻ ആവുകയും ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം കോൺസ്റ്റന്റ് ആവുകയും ചെയ്യുന്നത്. ഐഡിയ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സോ വാട്ട് ഈസ് ദ major difference between partial differentiation and direct differentiation? What is the difference between partial integration and direct integration? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്ക്, അപ്പോൾ ഇവിടെ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈസ് കംപ്ലീറ്റ്ലി കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന ആളെന്താണ്? കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റിനെ മാറ്റി നിർത്തി, എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അതിനെ മാറ്റി നിർത്തി വൈയുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ, വൈ സ്ക്വയർ ബൈ 2 പ്ലസ് വൈ ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്? വൈ റൈസ് ടു 4/4 പ്ലസ് സി. ക്ലിയർ ആണല്ലോ? വൈ ക്യൂബിന്റെ ഇന്റഗ്രൽ വൈ റൈസ് ടു 4/4 പ്ലസ് സി. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ്, ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ്. നോക്കിക്കേ, എക്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈ കോൺസ്റ്റന്റ്, ബാക്കി ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എടുത്താൽ മതി. വൈ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി.
ശരിയല്ലേ? എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് y എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. നാലാമത്തത് ഇൻ്റഗ്രൽ y ഇൻറ്റു log x dx. ഇൻ്റഗ്രൽ y ഇൻറ്റു log x dx. ഓക്കെ, ഇവിടെ എക്സ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് y എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ y നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്താം. y ഇൻറ്റു ഇൻ്റഗ്രൽ log x dx. ഓക്കെ ആണല്ലോ? സോ y ഇൻറ്റു log എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് log x മൈനസ് എക്സ് പ്ലസ് സി. എക്സ് log x മൈനസ് എക്സ് പ്ലസ് സി. ക്ലിയർ അല്ലേ? log എക്സിൻ്റെ ഇൻ്റഗ്രൽ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എക്സ് log x മൈനസ് എക്സ് പ്ലസ് സി. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. പാർഷ്യൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ഡിസ്കസ് ചെയ്യാം? നമുക്ക് ആ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ, എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു 0 ഈസ് കോൾഡ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഒരു എം ഓഫ് എക്സ് വൈ, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ നമുക്ക് എക്സാക്ട് എന്ന് എപ്പോഴും വിളിക്കാൻ പറ്റൂല. എക്സാക്ട് എന്ന് വിളിക്കാൻ പറ്റണമെങ്കിൽ there is a condition. If it is an exact differential equation, it should satisfy a condition. What is the condition for this differential equation is said to be an exact differential equation? അങ്ങനെ തന്നെ ഡയറക്ട്ലി എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. So this is the condition: dou m by dou y is equal to dou n by dou x. If this condition is satisfied, then this equation is called an exact differential equation. അടിപൊളിയായിട്ട് പഠിച്ചോണം. ഓക്കെ, എടാ ഇത് പ്രീവിയസ് ക്വസ്റ്റനാ. എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് ക്വസ്റ്റിനിൽ തരും. ഇത് എക്സാക്ട് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ക്വസ്റ്റിനിൽ ചോദിക്കും. അവിടെ 4 കണ്ടീഷൻസ് ഓപ്ഷൻസിൽ ഉണ്ടാവും. അതിലെ ഒരു കണ്ടീഷൻ ആയിരിക്കും ഇത്. ഇത് നേരെ തിരിച്ചു തരും. എൻ ഇപ്രവും എം ഇപ്രവും ആക്കി തരും, എക്സ് ഇപ്രവും വൈ അപ്രവും ആക്കി തരും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ്? എം ഇൻറ്റു ഡി എക്സ്. ക്വസ്റ്റ്യൻ വേണേൽ തന്നെ തിരിച്ചു തരാം. ഡി വൈ ഇപ്പുറത്തും ഡി എക്സ് അപ്പുറം ആക്കി തരാം. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഡി എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആളെ നമ്മൾ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സീക്വൽ ടു ഡി വൈയുടെ കൂടെ കിടക്കുന്ന ആളെ നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഡിഫറൻഷ്യേഷൻ ഈസ് പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ. പ്രീവിയസ്ലി ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഒരു ഓപ്ഷൻ എങ്ങനെയായിരുന്നെന്ന് അറിയാവോ? ഈ ഡോ മാറ്റി ഡി ആക്കി, ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആക്കി. അതായത് ഡി എം ബൈ ഡി വൈ സീക്വൽ ടു ഡി എൻ ബൈ ഡി എക്സ്. ഒരു അശ്രദ്ധ പറ്റിയാൽ നമ്മൾ അറിയാതെ ആ ഓപ്ഷനിലേക്ക് പോകും. നമ്മൾ ഇത് പഠിച്ച ഓർമ്മയുണ്ട്. പക്ഷെ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ഡയറക്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ്റെ പ്രസക്തി പിടി കിട്ടിയോ? ഡയറക്ട്ലി പി വൈക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. എടാ ഇത് ഒന്ന് കണക്ട് ചെയ്യാൻ ഒരു വഴി പറഞ്ഞുതരാം. എന്താണ്? എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ നമ്മൾ വൈ കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എക്സിൻ്റെ കൂടെ എം ഇൻറ്റു ഡി എക്സ് ആണ്. അയാളെ വൈ കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈയുടെ കൂടെ നിൽക്കുന്ന ആളെ നമ്മൾ എക്സ് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വൈയുടെ കൂടെ നിൽക്കുന്ന ആളെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ചുമ്മാ ഡിഫറൻഷ്യേഷൻ ആണോ? അല്ല, പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ. അവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സെയിം ആയിട്ട് വരണം. അതായത് എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ, എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ സീക്വൽ ടു 0. ഇതൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണം എന്നുണ്ടെങ്കിൽ, this differential equation should satisfy a condition. So condition for the differential equation is in the form of m into dx plus n into dy is an exact differential equation എന്ന് പറഞ്ഞാൽ ഡോ എം ബൈ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് എം, അതിനെ വൈ കൊണ്ട് ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ വൈയുടെ കൂടെ നിൽക്കുന്ന ആളാണ് എൻ, അതിനെ എക്സ് കൊണ്ട്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഈ കണ്ടീഷൻ ഇവിടുന്ന് തന്നെ പ്രീവിയസ്ലി എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഇതിനകത്ത് ഈ എമ്മിൻ്റെ കൂടെ ഒരു ലാംഡയൊക്കെ അവർ കയറ്റും. എന്നിട്ട് ലാംഡ ഏത് വാല്യൂ ആകുമ്പോഴാണ് ഇത് എക്സാക്റ്റ് ആവുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്ത് ലാംഡ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എക്സാക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എക്സാക്റ്റ് എന്നുള്ള വാക്കേ ഉണ്ടാവില്ല. നമ്മൾ ഫോർമാറ്റ് വെച്ചാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ
അത് ലഗ്രാഞ്ചെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നോ, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയർ വെച്ച് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ ആണെന്നോ, അല്ലെങ്കിൽ അതൊരു സൈമിൾട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നോ, അല്ലെങ്കിൽ അതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നോ, അല്ലെങ്കിൽ ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെന്നോ, അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നോ, ഇങ്ങനെയുള്ള പേരുകൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ജസ്റ്റ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കി നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ പഠിച്ചതിലെ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എന്താണ്, എളുപ്പമുള്ള ഫോർമാറ്റ് ആണ്. എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ. ആ എം എന്നും എൻ എന്നും പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് അങ്ങനെയുള്ള ഇക്വേഷൻസിൽ അത് എല്ലായ്പ്പോഴും എക്സാക്ട് ആവണം നിർബന്ധമില്ല. എക്സാക്ട് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്കതിനെ എക്സാക്ട് ആണെന്ന് വിളിക്കാം. എക്സാക്ട് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യും? അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ദ സൊല്യൂഷൻ ഈസ് ഇന്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ്. എമ്മിനെ അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ആൻഡ് ദിസ് ഇന്റഗ്രേഷൻ ഈസ് പാർഷ്യൽ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ കണ്ട ഉടനെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യരുത്. ദിസ് ഈസ് പാർഷ്യൽ ഇന്റഗ്രേഷൻ. വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ കൺസിഡറിങ് വൈ ആസ് എ കോൺസ്റ്റന്റ് ഹിയർ. തെറ്റിക്കരുത്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇന്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എമ്മിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കൺസിഡറിങ് വൈ ആസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ? സോ ദിസ് ഈസ് പാർഷ്യൽ ഇന്റഗ്രേഷൻ ആണ് കേട്ടോ, നോട്ട് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. ഇവിടെ എന്ത് ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്? പാർഷ്യൽ ഇന്റഗ്രേഷൻ. ഓക്കെ, പാർഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൺസിഡറിങ് വൈ ആസ് എ കോൺസ്റ്റന്റ്. അവിടെ വൈനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്ലസ് ഇന്റഗ്രൽ ടേംസ് ഓഫ് എൻ വിത്തൗട്ട് എക്സ്. അതായത് എന്നിനകത്ത് എക്സ് ഉള്ള ടേംസും ഉണ്ടാവും. സപ്പോസ് ഇവിടെ എൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് പ്ലസ് എക്സ് വൈ. ഇനി ഇതാണ് നമ്മുടെ എൻ എന്ന് വിചാരിക്കുക. ടേംസ് ഓഫ് എൻ വിത്തൗട്ട് എക്സ് എന്ന, അതായത് എന്നിനകത്ത് എക്സ് ഇല്ലാത്ത ടേം. അപ്പോൾ ഈ ടേം നമ്മൾ ഒഴിവാക്കണം, ഈ ടേം ഒഴിവാക്കണം. എക്സ് ഇല്ലാത്ത രണ്ട് ടേംസേ ഉള്ളൂ, വൈ ക്യൂബും വൈ സ്ക്വയറും. ഈ രണ്ട് ടേംസേ നമ്മൾ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. പിടികിട്ടിയോ? അപ്പോൾ എന്നിലെ ടേംസിനെ പാർഷ്യൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാൻ എടുക്കുന്ന സമയത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആ എന്നിനകത്ത് എക്സ് ഉള്ള ടേംസിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. പക്ഷേ എം എടുക്കുമ്പോൾ നമ്മളത് ചെയ്യില്ല. എക്സും വൈയും ഉള്ള മൊത്തം ആൾക്കാരെയാണ് എം പരിഗണിക്കുന്നത്. അവിടെ പക്ഷേ പാർഷ്യൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇനി എന്നിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്നിനകത്ത് എക്സ് ഉള്ള ആൾക്കാരെ അപ്പോഴേ നമ്മൾ എടുത്ത് കളയും. വൈ ഉള്ളവരെ മാത്രം മതി ഇങ്ങോട്ട്. അതായത് ഒറ്റയ്ക്ക് വൈ ഉള്ളവർ, ഒരു എക്സെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കംപ്ലീറ്റ് ആയിട്ട് തട്ടും. വൈ ഉള്ളവർ മാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി. വൈ ഉള്ളവരെ മാത്രം എടുക്കുന്നു, വൈ വെച്ച് ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദാറ്റ്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് ആൻ ആർബിട്രറി ഓർ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. സോ ഇതാണ്, ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ ഒരു ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കതിൻ്റെ എന്ത് നോക്കാം? ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് MCQയിലോട്ട് വരാം. നോക്കണേ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിക്കേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 അല്ലേ? ഇത് ഇത്രയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഇത്രയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. അന്ന് എടുത്തെഴുതിക്കേ. എം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y മൈനസ് 2. എൻ ഇസ് ഈക്വൽ ടു 2x മൈനസ് y പ്ലസ് 3. അപ്പോൾ ആദ്യമേ തന്നെ ഈ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ നോക്കണം. ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഡോ എം ബൈ ഡോ എക്സ് എടുക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1. 2y കോൺസ്റ്റൻറ്റ്, 2 കോൺസ്റ്റൻറ്റ്. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ശരിയാണല്ലോ? എക്സ് പ്ലസ് 2y മൈനസ് 2 എം ഇൻറ്റു ഡി എക്സ്, സോറി ഡോ എം ബൈ ഡോ വൈ. എടാ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആളെ നമ്മൾ y കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അല്ലേ? ഡോ എം ബൈ ഡോ വൈ ആണേ. നോക്കണേ,
ശരിയല്ലേടാ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞല്ലേ ഡോ എം ബൈ ഡോ വൈ, എമ്മിനെ വൈ കൊണ്ട് എന്നിനെ എക്സും ഉണ്ട്, ഞാൻ തിരിച്ചാണ് എടുത്തത്, സോറി. ഓക്കെ, ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിച്ചേ. ഡോ എം ബൈ ഡോ വൈ, വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 0, 2 ഇൻറ്റു വൈയുടേത് 1, 2 ഇൻറ്റു 0, ആൻസർ എന്ത് വരും 2. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ എന്ത് കിട്ടി? 2 കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കുക? ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. 2 ഇൻറ്റു എക്സിൻ്റെത് 1, വൈയുടേത് 0, 3യുടേത് 0, ആൻസർ എന്തായി? 2. ഇത് രണ്ട് നമുക്ക് എന്തായിട്ട് വരുന്നുണ്ട്? സെയിം ആയിട്ട് വരുന്നുണ്ട്, ശരിയാണല്ലോ. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എന്താണെന്ന് പറയാം? എക്സാക്റ്റ് ആണെന്ന് പറയാം. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്. ഓക്കെ, ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട്. നമുക്ക് ഇതേ കണക്ക് 4 ഇക്വേഷൻസ് ഓപ്ഷനിൽ തരും, അതിലേതാണ് എക്സാക്റ്റ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാവുന്ന ഏതാണോ അതാണ് എക്സാക്റ്റ്. 3 എണ്ണം ഇത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യും. ആ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇങ്ങനൊരു ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 എക്സാക്റ്റ് ആണെന്ന് നമുക്ക് അറിയാം. എടാ ഇത് തിരിഞ്ഞു പോരുത്, എമ്മിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യരുത്, എന്നിനെ വൈ കൊണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യരുത്. നമുക്കത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതേപോലെ വെരിഫൈ ചെയ്യാൻ തരുന്ന 4 ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ അറിയാതെ തിരിഞ്ഞ് ചെയ്യുന്ന ഒരെണ്ണം ശരിയായിട്ട് വരും, അത് ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളത് ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യും, പക്ഷേ ശരിക്കുള്ള ആൻസർ തെറ്റുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോരുത്. എന്താണ് അത് മനസ്സിലാക്കാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞു, ഒരിക്കലും തെറ്റരുത്. എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ, സോറി എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ, അത് ആരോ ആയിക്കോട്ടെ, എം ആണെങ്കിൽ എം, നമ്മൾ എം ആയിട്ടാണ് എടുക്കുന്നത്. എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം, വൈയുടെ കൂടെ നിൽക്കുന്ന ആളെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. പിടി കിട്ടിയോ? അപ്പോൾ നമുക്ക് തെറ്റിപ്പോത്തില്ല. ക്ലിയർ ആണല്ലോ? എക്സാക്റ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? സൊല്യൂഷൻ നമ്മൾ പഠിച്ചു, ഇൻ്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് dy is equal to 0. Integral m into dx plus integral n not containing x dy is equal to 0. So integral m into dx, m എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ കാണുന്ന സാധനമാണ്. എന്താണ്? x plus 2y minus 2 into dx plus integral n ആണ്, എന്നിനകത്ത് x ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് n. അപ്പോൾ എക്സ് ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ 2x, അതങ്ങോട്ട് ഒഴിവാക്കി ബാക്കി ആൾക്കാരെ എടുത്താൽ മതി. ആരെയാണ്? -y + 3നെ എടുത്താൽ മതി, ശരിയല്ലേ? എന്നിനകത്ത് എക്സ് ഉള്ള ആൾക്കാരെ ഒഴിവാക്കണം. അപ്പോൾ n ഇതാണ്, അതിനകത്ത് എക്സ് ഉള്ളത് 2x ആണ്, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി -y + 3 dy is equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പാർഷ്യൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, എക്സ് കൊണ്ടുള്ള പാർഷ്യൽ ഇൻ്റഗ്രേഷൻ. നോക്കിക്കേ, അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2, എക്സ് കൊണ്ട് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 2y ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബാക്കി ആരുണ്ടാവും? എക്സ് ഉണ്ടാവും. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് വരും. -2ൻ്റെ ഇൻ്റഗ്രൽ, കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്, ശരിയാണല്ലോ? ഇനി പ്ലസ് ഓഫ് മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y²/2, ശരിയാണല്ലോ? പ്ലസ് 3യുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y 3y ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ സി എന്നാണ് കേട്ടോ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇൻ്റഗ്രൽ എം എന്ന് പറഞ്ഞാൽ x + 2y - 2 dx പ്ലസ് ഇൻ്റഗ്രൽ n നോട്ട് കണ്ടെയ്നിങ് എക്സ്, എക്സ് ഇല്ലാത്ത n, ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? -y + 3 dy. അപ്പോൾ എക്സ് കൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2, 2y കോൺസ്റ്റൻറ്റ്, ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് വരും, 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് വരും, മൈനസ് വൈയുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y² പ്ലസ് 3യുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y 3y ഇസ് ഈക്വൽ ടു c. ഓക്കെ അല്ലേ? ഐഡിയ പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോക്കാം. So here is question number 1.
നോക്കിക്കോ. സൊല്യൂഷൻ ഓഫ് ഇ റൈസ് ടു എക്സ് വൈ ഡി എക്സ്, സോറി വൈ ഇ റൈസ് ടു എക്സ് വൈ ഡി എക്സ് നോക്കണേ. വൈ ഇ റൈസ് ടു എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് 2y dy is equal to 0. So this is m into dx plus n into dy is equal to 0. So m എന്ന് പറഞ്ഞാൽ എന്ത് വരും? y e raised to xy. n എന്ന് പറഞ്ഞാൽ എന്ത് വരും? x e raised to xy പ്ലസ് 2y. ഓക്കെ, സോ ആദ്യമേ തന്നെ ഇതെന്താണോ നോക്കണം നമ്മൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഇത് പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ആദ്യമേ തന്നെ ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്ത് നോക്കണം. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യണമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, എം എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്, അയാളെ y കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം. ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. y കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ y മാത്രമാണ് ഫംഗ്ഷൻ. അപ്പോൾ y മാത്രം ഫംഗ്ഷനായിട്ട് എടുത്താലും ഇവിടെയും y വരുന്നുണ്ട്, ഇപ്പുറത്തും y വരുന്നുണ്ട്, രണ്ട് സ്ഥലത്തും y വരുന്നുണ്ട്. y മാത്രം ഫംഗ്ഷനായിട്ട് എടുത്താലും രണ്ട് സ്ഥലത്തും y ഉണ്ട്. സോ അപ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, ശരിയല്ലേ? പ്രോഡക്റ്റ് റൂൾ എടുക്കുമ്പോൾ y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു y ഓൺലി ആണ് കേട്ടോ, കാരണം പാർഷ്യൽ ആയതുകൊണ്ട്. ഇ റൈസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ തന്നെ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ദിസ് ഈസ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ, സോ വി നീഡഡ് ടു അപ്ലൈ ചെയിൻ റൂൾ. അകത്തുള്ള ഫംഗ്ഷൻ എക്സ് വൈ ആണ്. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, ശ്രദ്ധിക്കുക, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പം എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കൺസിഡറിങ് വൈ ഓൺലി ആസ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് കോൺസ്റ്റന്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ആരാണ്, ഇ റൈസ് ടു എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1 വരും. സോ നോക്കിക്കേ, ഇവിടെ എക്സ് വൈ ഉണ്ട്, ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ. ക്ലിയർ അല്ലേ? എക്സ് വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ. ഇനി n നോക്കിക്കേ, n എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് 2y, എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് 2y, ഇതാണ് n എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ, ഡോ എൻ ബൈ ഡോ എക്സ്. n എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ നിൽക്കുന്ന ആളാണ്, അയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, രണ്ട് സൈഡിലും എക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, എക്സ് ഇ റൈസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, സോറി ഇ റൈസ് ടു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ തന്നെ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. അകത്തുള്ള ഫംഗ്ഷൻ എക്സ് വൈ, ആ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് കൺസിഡറിങ് ഓൺലി ആസ് ദ ഫംഗ്ഷൻ, അവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയിപ്പോൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കഴിഞ്ഞു, പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ആരാണ്, ഇ റൈസ് ടു എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2y ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ് അല്ലേ. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y കംപ്ലീറ്റ്ലി കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായി പോവും, 0 ആയി പോവും. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഉണ്ട് വൈ ഉണ്ട്, സോ എക്സ് വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ. ക്ലിയർ അല്ലേ? എക്സ് വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ. ഇതേ സെയിം സാധനം തന്നെയാണല്ലോ നമുക്ക് ഇവിടെയും കിട്ടിയത്. എക്സ് വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ ആണ് ഡോ എം ബൈ ഡോ വൈ. അതേ എക്സ് വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ ആണ് ഡോ എൻ ബൈ ഡോ എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊരു കാര്യം അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് പറയാം, ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. So this differential equation is an exact differential equation. Therefore, given differential equation is an exact differential equation.
ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതെങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മളോട് സൊല്യൂഷൻ ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൻ, ആ എന്നിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? നോട്ട് കണ്ടെയ്നിങ് എക്സ്. ശ്രദ്ധിക്കണേ, എം എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ്, ഡി വൈ ഈസ് ഈക്വൽ ടു സി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, സോ ഇൻ്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ്. നോക്കടാ, എം ഇൻറ്റു ഡി എക്സ്. എം എന്ന് പറയുന്ന ആളെ നോക്കി എഴുതിക്കുക. എം എന്ന് പറഞ്ഞാൽ വൈ ഇ റൈസ് ടു എക്സ് വൈ. എം എന്ന് പറഞ്ഞാൽ ആരാണ്? വൈ ഇ റൈസ് ടു എക്സ് വൈ. വൈ ഇ റൈസ് ടു എക്സ് വൈ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എന്നിനകത്ത് എക്സ് ഉണ്ടാവരുത്. നോക്കിക്കേ, ഇതാണ് എൻ, ഇതാണ് എൻ. എന്നിനകത്ത് ഇവിടെ എക്സ് ഉണ്ട് അല്ലേ? ഇവിടെ നമുക്ക് എക്സ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതെടുക്കത്തില്ല. എക്സ് ഇല്ലാത്ത ആളാരും മാത്രമേ ഉള്ളൂ? 2y മാത്രമേ ഉള്ളൂ. സോ 2yനെ നമ്മൾ എടുക്കും. 2y dy ഈക്വൽ ടു സി. ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ ശ്രദ്ധിച്ചേ. പാർഷ്യൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ y ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള y മാറ്റി നിർത്തി ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് വൈയേ ഉള്ളൂ ആക്ച്വലി. ഡി എക്സ് 2 ഇൻറ്റു എന്താണ് പ്ലസ് 2 ഇൻറ്റു വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു സി. ഓക്കെ ആണേ. സോ വൈ ഇൻറ്റു നോക്കിക്കേ, ഇ റൈസ് ടു എക്സ് വൈയുടെ ഇൻ്റഗ്രൽ, ഇ റൈസ് ടു എക്സ് വൈയുടെ ഇൻ്റഗ്രൽ, ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ. ഇൻ്റഗ്രലും ഡെറിവേറ്റീവും സെയിം ആയിട്ടുള്ള ഫംഗ്ഷനാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ ഇ റൈസ് ടു എക്സ് വൈയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് വൈ തന്നെ. ഓക്കെ, നമുക്കറിയാം ഡിഫറൻഷിയേഷൻ ചെയ്യുന്ന സമയത്ത് അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇൻ്റഗ്രേഷൻ ഇസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ, ഡിവിഷൻ ഇസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. സോ നോക്കിക്കേ, അകത്തുള്ള ഫംഗ്ഷൻ ആരാണ്? എക്സ് വൈ. അകത്തുള്ള ഫംഗ്ഷൻ എക്സ് വൈ. ആ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി, ബിക്കോസ് ദിസ് ഈസ് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, സോ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അവിടെ y കോൺസ്റ്റന്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിപ്പോയി. ശരിയാണല്ലോ? അപ്പോൾ y കൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്ലസ് 2 കട്ട് ചെയ്യാം, എന്തോരും? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. ഇവിടെ വൈയും കട്ട് ചെയ്യാം. ശരിയല്ലേ? വൈയും കട്ടായിപ്പോയി. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ 1 ആയിപ്പോവും, y കോൺസ്റ്റന്റ് മാറി നിൽക്കും. അപ്പോൾ y കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ബാക്കി എന്തുണ്ട്? ദെർഫോർ ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. സോ ദിസ് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. നോക്കിക്കേ, ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. ഓക്കെ ആണോ? നോക്കണേ, ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. ജനറൽ സൊല്യൂഷൻ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3y സ്ക്വയർ ഡി എക്സ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. സോ എന്തുപോലെയാണ് ഇരിക്കുന്നത്? ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലുക്സ് ലൈക്ക് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലുക്സ് ലൈക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ഇൻ ഓർഡർ ടു കൺഫേം ഇറ്റ് ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദിസ് ഈസ് ടേക്കൺ ആസ് എം ആൻഡ് ദിസ് ഈസ് ടേക്കൺ ആസ് എൻ. ശരിയല്ലേ? അപ്പം ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണെന്ന് പറയാം? നമുക്ക് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. സോ അവിടെ എമ്മിൻ്റെ വാല്യൂ ഒന്ന് എഴുതിക്കേ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x വൈ സ്ക്വയർ. എം ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x വൈ സ്ക്വയർ. എൻ ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ്.
3x² പ്ലസ് y ക്യൂബ്. ഓക്കെ, എന്ത് കണ്ടുപിടിക്കുന്നു? ഡോ എം ബൈ ഇവിടെ എക്സ് ആണ്, അപ്പോൾ y കൊണ്ട് ഡോ എം ബൈ ഡോ വൈ. y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0. 3x കോൺസ്റ്റൻറ്റ്, y² ഡെറിവേറ്റീവ് 2y. ആൻസർ എന്ത് വരും? 6xy. ശരിയാണല്ലോ. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡോ എൻ ബൈ ഡോ എക്സ്. സോ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x² ഡെറിവേറ്റീവ് 2x വരും. y കോൺസ്റ്റൻറ്റ്, y ക്യൂബ് ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0. അപ്പോൾ ആൻസർ എന്തായി? 6xy ആയി. ഇത് രണ്ടും എന്താവുന്നുണ്ട്? സെയിം ആവുന്നുണ്ട്, ശരിയല്ലേ? ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഡോ എൻ ബൈ ഡോ എക്സിന് ഈക്വൽ ആണ്. ദെർഫോർ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. So the given differential equation is an exact differential equation. Dou m by dou y is equal to dou n by dou x. രണ്ടും 6xy ആണ്. So given differential equation is exact. Given differential equation is എന്താണ്? Exact. തന്നിട്ടുള്ള differential equation എങ്ങനെയുള്ള ഒരു differential equation ആണെന്ന് മനസ്സിലായി. അതൊരു exact differential equation ആണെന്ന് നമുക്ക് മനസ്സിലായി. Exact ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? ഇൻ്റഗ്രൽ m into dx plus integral n not containing x dy is equal to 0. Integral m into dx plus integral n not containing x dy is equal to 0. So integral m into dx, m എന്ന് പറഞ്ഞതുകൊണ്ട് x cube plus 3xy² dx പ്ലസ് ഇൻ്റഗ്രൽ എന്നിനകത്ത് എക്സ് ഉണ്ടാവരുത്. ഇതാണ് n. ഇപ്പം ഇവിടെ എക്സ് ഉണ്ട് അല്ലേ? x² ഉള്ളവർ ഇവിടെ എക്സ് ഉണ്ട്, അതെടുക്കാൻ പറ്റില്ല. ഇതെടുക്കാം, y ക്യൂബ് എടുക്കാം, ശരിയല്ലേ? സോ ഇൻ്റഗ്രൽ y ക്യൂബ് dy ഇസ് ഈക്വൽ ടു 0. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പാർഷ്യൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലേ? എക്സ് കൊണ്ടുള്ള പാർഷ്യൽ ഇൻ്റഗ്രേഷൻ. അപ്പം നോക്കിക്കേ, എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ x⁴/4 വരും, പ്ലസ് 3 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 വരും. y² അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പ്ലസ് y ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ y⁴/4 വരും. ദാറ്റ്സ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് c. ശരിയല്ലേ? എടാ നോക്കിക്കേ, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട് അല്ലേ? ഇവിടെയും കൂടെ 4 കൊണ്ടുവന്നാൽ നമുക്ക് 1/4 ഇങ്ങോട്ട് പുറത്തെടുക്കാം, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 2 ആണ്. 2നെ 4 ആക്കണം എന്നുണ്ടെങ്കിൽ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? x⁴/4 പ്ലസ് മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 × 3 6 വരും. 6x²y² 6x²y²/4 plus y⁴/4 is equal to c plus y⁴/4 is equal to c. ഇവിടുന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം? ഇവിടുന്ന് നമുക്ക് 1/4 ഇങ്ങോട്ട് പുറത്തെടുക്കാം. സോ 1/4 പുറത്ത് വന്നാൽ ബാക്കി എന്തുണ്ടാവും? x⁴ പ്ലസ് 1/4 ഇൻറ്റു x⁴ പ്ലസ് 6x²y² പ്ലസ് y⁴ is equal to c. 1/4 ഇൻറ്റു x⁴ പ്ലസ് 6x²y² പ്ലസ് y⁴ is equal to c. ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? 1/4 ഇൻറ്റു x⁴ പ്ലസ് 6x²y² പ്ലസ് y⁴ is equal to c. ഓക്കെ ആണേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. തേർഡ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x² - 4xy - 2y² dx plus y² - 4xy - 2x² dy is equal to 0. നോക്കിക്കേ, സോ ദിസ് ഈസ് m അല്ലേ? m എന്ന് പറഞ്ഞാൽ എന്താണ്? m is equal to x² - 4xy
minus 2y square. Dou m by dou y is equal to dou m by dou y എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 4x കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1, 2 ഇൻറ്റു വൈ സ്ക്വയറിൻ്റെത് 2y. അപ്പോൾ ആൻസർ മൈനസ് 4x മൈനസ് 4y. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ n. n എന്ന് പറഞ്ഞാൽ എന്താണ്? n is equal to y square minus 4xy minus 2x square. Dou n by dou x is equal to y squareൻ്റെ ഡെറിവേറ്റീവ് 0, 4y കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെത് 1, 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെത് 2x. അപ്പോൾ മൈനസ് 4y മൈനസ് 4x രണ്ടും സെയിം ആണല്ലോ. മൈനസ് 4x മൈനസ് 4y മൈനസ് 4x മൈനസ് 4y രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ട്, ശരിയല്ലേ? ദെർഫോർ എന്ത് പറയാം? ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയതുകൊണ്ട് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. സോ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇൻ്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. 0 അല്ല, സി അല്ലേ? സി. സോ ഇൻ്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ്, എം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 4xy മൈനസ് 2y സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എന്നിനകത്ത് എക്സ് ഉണ്ടാവാൻ പാടില്ല. നോക്കിക്കേ, ഇവിടെ ഇതാണ് നമ്മുടെ n, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കുക. ബാക്കി എന്ത് വരും? എക്സ് ഉള്ള ആ രണ്ട് ടേംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ് കിട്ടുക? വൈ സ്ക്വയർ. എക്സ് ഉള്ള രണ്ട് ടേംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വൈ സ്ക്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? സോ പറഞ്ഞേ, എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 4y കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 2y സ്ക്വയർ ഈസ് കംപ്ലീറ്റ്ലി കോൺസ്റ്റൻറ്റ്, കൂടെ ഒരു എക്സും വരും. കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ. ഓക്കെ, വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ ക്യൂബ് ബൈ 3 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് സി. ശരിയല്ലേ? സോ എന്താണ് കിട്ടുക? ഇവിടെ നമുക്ക് 2ഉം 4ഉം കട്ട് ചെയ്യാം, ഇവിടെ നമുക്ക് 2 ആക്കാം. ഓക്കെ, ഇവിടെ എല്ലാം ബൈ 3 ഉണ്ട്. ബൈ 3 ഒഴിവാക്കാൻ വേണ്ടി ത്രൂ ഔട്ട് ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ ഓപ്ഷൻസിലൊന്നും ബൈ 3 ഇല്ല. അപ്പോൾ ബൈ 3 നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ത്രൂ ഔട്ട് 6 കൊണ്ട് ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 3യും വൈ സ്ക്വയർ ബൈ 3യിലെയും ആ ബൈ 3 ടേംസ് അങ്ങ് പോയി കിട്ടും. ഓക്കെ, അപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇവിടെ ബൈ 3 പോയിട്ട് എക്സ് ക്യൂബ് ആവും. ഇവിടെ 3 വരുമ്പം 2 ഉണ്ട്, 3 കൂടെ വരുമ്പോൾ 6 ആവും. മൈനസ് 6 വൈ എക്സ് സ്ക്വയർ, ഓൾറെഡി 2 ഉണ്ട്, 3 വരുമ്പോൾ 2 ഇൻറ്റു 3 6 ആവും. മൈനസ് 6 വൈ സ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ 3 വരുമ്പോൾ ബൈ 3 കട്ടാവും, വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു സി. ഇനി നിങ്ങൾ നോക്കിക്കേ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് നമുക്ക് ഒരുമിച്ചാക്കാം. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്, ഈ രണ്ട് ടേംസിൽ നിന്നും മൈനസ് 6xy പുറത്തെടുക്കാം. ശരിയല്ലേ? മൈനസ് 6xy പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട്? മൈനസ് ഒരു 6ഉം എക്സും വൈയും പുറത്ത് വന്നു. ബാക്കി ഇവിടെ ഒരു എക്സ് ഉണ്ടാവും, പുറത്തൊരു വൈ ഉണ്ടാവും. ശരിയല്ലേ? 6xy ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സി. ശരിയാണോ നോക്കണേ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്, ഇവിടുന്ന് ഒരു മൈനസ് 6xy പുറത്ത് വന്നു. അപ്പോൾ മൈനസ് പോയി, 6 പോയി, വൈ പോയി, എക്സ് പോയി. എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് പോയാൽ ബാക്കി ഒരു എക്സ്. അതേപോലെ മൈനസ് പോയി, 6 പോയി, വൈ പോയി, ഒരു വൈ പോയി, എക്സും പോയി. ഒരു വൈ പോയാൽ വൈ സ്ക്വയർ ആയതുകൊണ്ട് ബാക്കി ഒരു വൈ ഉണ്ടാവും. ഓക്കെ, ഇതുണ്ടോ നോക്കി? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 6xy ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഓപ്ഷൻ ഡി കറക്റ്റ് അല്ലേ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പക്കയായിട്ട് വരുന്നുണ്ടല്ലോ. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 6xy ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം.
നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4. The value of lambda for which the differential equation xy square plus lambda x square y, xy square plus lambda x square y into dx plus x plus y into x square dy is equal to 0 is exact. ഈ കാണുന്ന എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാനുള്ള ലാംഡയുടെ വാല്യൂ എന്തായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് നമുക്ക് എം ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് എൻ ആയിട്ട് എടുക്കാം. സോ എക്സാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. സോ എം ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ എക്സ് സ്ക്വയർ വൈ. ഡോ എം ബൈ ഡോ വൈ is equal to x into y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y പ്ലസ് ലാംഡ എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. സോ ഇതെന്ത് വരും? 2xy പ്ലസ് ലാംഡ എക്സ് സ്ക്വയർ. ഓക്കെ, ആണ് ഡോ എം ബൈ ഡോ വൈ. യെസ്, എൻ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ. n is equal to x plus y into x square. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. n is equal to x സ്ക്വയർ ഉള്ളിലേക്ക് വരുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ അല്ലേ, എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ. ഇനി ഡോ എൻ ബൈ ഡോ എക്സ്, എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് വൈ കോൺസ്റ്റൻറ്റ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, അതായത് 3x സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, എക്സാക്റ്റ് ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഡോ എം ബൈ എക്സാക്റ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സാക്റ്റ് ആയതുകൊണ്ട് ഡയറക്ട്ലി വി ക്യാൻ ഇക്വേറ്റ് ഡോ എം ബൈ ഡോ എക്സ്, ഡോ എം ബൈ ഡോ വൈ ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ്. സിൻസ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ആൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഈ കാണുന്ന കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 2xy പ്ലസ് ലാംഡ എക്സ് സ്ക്വയർ. ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 3x സ്ക്വയർ പ്ലസ് 2xy. 2xy കട്ട് ചെയ്യാം, ബാക്കി എന്തുണ്ടാവും? ലാംഡ എക്സ് സ്ക്വയർ ഈക്വൽ ടു 3x സ്ക്വയർ. ലാംഡ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കട്ട് ചെയ്യാം, which implies lambda is equal to 3. സോ ലാംഡയ്ക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ് ഈ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, ലാംഡയുടെ വാല്യൂ 3 ആകുമ്പോഴാണ് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താവുന്നത്? ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 ഇക്വേഷൻസ് തന്നിട്ട് ഇതിലേതാണ് എക്സാക്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിലേത് ഇക്വേഷനാണ് ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് സാറ്റിസ്ഫൈ ആവുന്നതെന്ന് നോക്കുക. പിന്നെ ഒരെണ്ണം ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള കണ്ടീഷൻസിൽ ഏതാണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ എന്താണ്? ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അത് തെറ്റിച്ച് തരും. എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് മാറ്റി വൈ ആക്കിയൊക്കെ തരും. ഓക്കെ, പിന്നെ ഡോ മാറ്റി ഡി ആക്കി തരും. ഒരു നൺ ഓഫ് ദീസും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കറിയാം ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ടേംസ് ഓഫ് എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു സി. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ദെൻ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് സോൾവ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ആദ്യമേ അനുമാനിക്കണം. കാരണം എക്സാക്ട് എന്ന് ഒരിക്കലും ഒരു ക്വസ്റ്റിന് പറയും. നമ്മൾ ചെയ്ത ക്വസ്റ്റിലൊന്നും സോൾവ് ദ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നല്ല ക്വസ്റ്റ്യൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരത്തേ ഉള്ളൂ. അത് എക്സാക്ട് ആണോ അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഡോ എം ബൈ ഡോ വൈ ഡോ എൻ ബൈ ഡോ എക്സ് ആണോ നോക്കണം. അത് സെയിം ആയി കഴിഞ്ഞാൽ എക്സാക്ട് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ടേംസ് ഓഫ് എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു സി വെച്ചുകൊണ്ട് അതെന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. അതൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രതീക്ഷിക്കാവുന്നത് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ലാംഡ എന്നാണ്. അതേപോലെ
ഫൈൻഡ് കെ എന്നോ ഫൈൻഡ് ബീറ്റ എന്നോ ഒക്കെ പറഞ്ഞ് എക്സിൻ്റെയും വൈയുടെയും കൂടെ ഒക്കെ ഓരോ കോൺസ്റ്റൻറ്റും കൂടെ കയറ്റും. എന്നിട്ട് എക്സാക്റ്റ് ആണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കണം, ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം, അവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. കുറേ പേരൊക്കെ കട്ടായി ക്യാൻസലായി പൊക്കോളും. കറക്റ്റ് ആ കോൺസ്റ്റൻറ്റ് മാത്രം വൃത്തിക്ക് നമുക്ക് കിട്ടിക്കോളും. ഇത്രയും പോസിബിലിറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഓക്കെ, സോ സിലബസ് പ്രകാരമുള്ള അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.